ഹായ് സുഹൃത്തുക്കളെ, 2026 ജനുവരി 13 ശുക്രൻ വീണ്ടും മാറുകയാണ്. അപ്പം ഈ വർഷത്തെ 2026 ആദ്യ ശുക്രമാറ്റമെന്ന് പറയാം. അപ്പോൾ ഈ ശുക്രൻ മാറുമ്പോൾ ആർക്കൊക്കെ എന്തൊക്കെയാണ് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ശുക്രൻ എന്ന് പറഞ്ഞാൽ ആഡംബരത്തിൻ്റെ ഗ്രഹമാണ്, സൗഭാഗ്യത്തിൻ്റെ ഗ്രഹമാണ്, സമ്പത്തിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ശുക്രൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിളിക്കാതെ കയറി വരുന്ന ഒരു അതിഥി വരുന്ന മാതിരിയാണ് ശുക്രൻ്റെ വരവെന്ന് പറയുന്നത്. ഇപ്പം ധനുരാശിയിൽ നിൽക്കുന്ന ശുക്രൻ മകരരാശിയിലേക്ക് മാറുകയാണ്. മകരരാശിയുടെ രാശ്യാധിപൻ എന്ന് പറഞ്ഞാൽ ശനിയാണ്. ശനി എന്ന് പറഞ്ഞാൽ പൊതുവെ കർമ്മകാരകനാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനത്തേക്കാണ് ഇപ്പം ഈ ശുക്രൻ്റെ ആയിട്ടുള്ള വരവ്. അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടത് മെയിൻ എന്ന് പറഞ്ഞാൽ ഈ ശുക്രദശയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ കുറേ കൂടെ അവർക്കൊരു 10 ടൈംസ് ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു 10 ഇരട്ടി ഗുണം വരും. പിന്നെന്ന് പറഞ്ഞാൽ ഈ ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ രാശിയിലും ശുക്രൻ മാറുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് ധനം വരും. അഥവാ ശുക്രൻ്റെ മേളിൽ ശനി വന്നാലും ശുക്രൻ്റെ മേളിൽ വ്യാഴം വന്നാലും നമുക്ക് ധനം വരും. ഇതിപ്പം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് ഇപ്പം ശനിയുടെ രാശിയിലോട്ടാണ് ഇപ്പം ഈ ഒരു പറയുന്ന ഈ നമ്മുടെ ശുക്രൻ മാറുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് ആദ്യം നമുക്ക് റിഫർ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ രാശിയുടെ മിത്രങ്ങൾ. ഇവിടെ ശുക്രൻ്റെ മിത്രങ്ങളെന്ന് പറഞ്ഞാൽ ബുധൻ ശുക്രൻ്റെ മിത്രമാണ്, അതുപോലെ ഗുരു മിത്രമാണ്, ശനി മിത്രമാണ്, അതേപോലെ രാഹു എന്ന് പറഞ്ഞാൽ എക്സംഷൻ കേസാണ്. അതിൻ്റെ കാര്യമുണ്ട്. കാരണം നല്ല രാഹു ശുക്രൻ്റെ കൂടെ വന്നതിന് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി, ഒരുപാട് പ്രോപ്പർട്ടി കിട്ടും. അതേസമയം അഴുക്ക് രാഹു ശുക്രൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് പ്രോപ്പർട്ടി കിട്ടും. എങ്ങനെയായാലും ശുക്രൻ വലിയ കുഴപ്പമില്ല. അപ്പോൾ മിത്രഗ്രഹങ്ങളിൽ ബുധൻ ശനി ഗുരു ബുധൻ ശനി ഗുരു കൂടാതെ ഈ രാഹുവും ഉൾപ്പെടുമെന്ന് മനസ്സിലാവുക. അപ്പോൾ അതേമാതിരി നമ്മൾ അവിടെ നോക്കേണ്ട ഈ ശുക്രനുമായിട്ട് ബാഡായിട്ട് നിൽക്കുന്ന അഴുക്ക് ശുക്രനുമായിട്ട് ശത്രുതയുള്ള ഗ്രഹങ്ങൾ. അപ്പോൾ ഈ ശത്രുതയുള്ള ഗ്രഹങ്ങൾ വന്ന ചന്ദ്രന്, കേതുവ്, സൂര്യന് ഒരു അത്രയില്ല, എന്നാലും ആ ഒരു ശത്രുഗ്രഹത്തിൻ്റെ പട്ടികയിൽ പെട്ടതാണ്. സപ്പോസ് ഇപ്പോൾ ശുക്രനും ചന്ദ്രനും കൂടെ ജോയിൻ ചെയ്ത് നിൽക്കുക എന്നൊരു അവിടെ പ്രോപ്പർട്ടി ലോസ്, ചാൻസ് ഓഫ് ഡൈവേഴ്സ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് ഡീപ്പായിട്ട് ഓരോ കാര്യങ്ങൾ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ശത്രുത നിൽക്കുമ്പോൾ അങ്ങനെയാണ്. മിത്രങ്ങളായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു രീതി അനുകൂലമായിട്ടുള്ളവർ, പ്രത്യേകിച്ച് ശുക്രനും ബുധനും വന്ന ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, അങ്ങനെ പല ആംഗിളിൽ നിന്നെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അത് ഡീപ്പായിട്ട് ഓരോ പോകുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അതുപോലെ ശുക്രൻ എന്ന് പറഞ്ഞാൽ 6ലും 8ലും ഹൗസിൽ വരുന്നതെന്ന് അത്ര നല്ലതായിട്ടുള്ള അല്ലെന്നുള്ള ബേസിക്കായിട്ടുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ഈ ശുക്രൻ്റെ വരവ് ഒരു 6 രാശിക്കാർക്ക് കുറച്ച് നല്ല കാലമാണ്, ബാക്കിയുള്ളവർക്ക് മോശമാണെന്നല്ല. അവരുടെ കാര്യം ഇതിനകത്ത് നമ്മൾ പ്രതിപാദിക്കും ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ അതിനു മുമ്പ് ശുക്രനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ ആഡംബരത്തിൻ്റെ ഗ്രഹമാണ്, സൗഭാഗ്യത്തിൻ്റെ ഗ്രഹമാണ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ബാറ്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പാട്ട്, ഡാൻസ്, ഇതൊന്നും ഇഷ്ടമല്ലാത്ത മനുഷ്യരല്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള മിക്കവാറും ഉള്ള ഫിലിം ഫീൽഡുമായിട്ട് ഇങ്ങനെയുള്ളത്, പിന്നെ ബെഡ്റൂം റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി, അല്ലെന്നൊരിൽ ഒരു ചില ഇൻഡസ്ട്രി, അങ്ങനെയൊക്കെ ഉള്ള പല ആംഗിളും ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈവൻ സപ്പോസ് ഈ പറയുന്ന നമുക്ക് പ്രാവ്, അല്ല മയില്, അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിയുള്ള സാധനം. അപ്പോൾ ഇതൊക്കെ ഈ ശുക്രൻ്റെ ആയിട്ടുള്ള ആംഗിളിൽ നിൽക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച കൊണ്ടുവരുന്ന സംഭവമാണ്. കാരണം ഒരു ലേഡിയൊക്കെ എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ ആംഗിളാണ്. മാത്രമല്ല ഇപ്പം നമ്മുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഡൈവേഴ്സ്, ഇപ്പോൾ സപ്പോസ് ശുക്രൻ ബാഡായി കഴിഞ്ഞാൽ ഡൈവേഴ്സ് ആകുമെന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞ പോലെ നെഗറ്റീവും പോസിറ്റീവും ഇമ്പാക്റ്റ് ഒരു കാര്യം മാത്രം നോക്കിയിട്ടല്ല, നമ്മൾ 3, 4, 5 കാര്യങ്ങൾ റിഫർ ചെയ്തിട്ടാണ് ഡൈവേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാത്തതായിട്ടുള്ള ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള സയൻസാണ് നമ്മുടെ ബൃഹനാടി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആംഗിളിലുള്ള കുറച്ച് കാര്യങ്ങളോട് ഇതിനകത്തൊന്ന് ടച്ച് ചെയ്ത് പോകുന്നത്. കാരണം വേദിക് ആസ്ട്രോളജിയുമായിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇതിനകത്ത്, ടോട്ടലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ പ്രഡിക്ഷൻ പാർട്ടി വരുമ്പോൾ അക്യുറസി പാർട്ടിൽ ഇവിടെ വളരെ കാര്യങ്ങൾ ഓരോ ആൾക്കാരെ പറ്റി ഓരോന്നായിട്ട് ഓരോ കാര്യങ്ങളെപ്പറ്റി പറയാൻ പറ്റുമെന്നുള്ളതാണ്. സപ്പോസ് ലൈഫിൽ കോർട്ട് കേസ് ഉണ്ടാകുമോ, അല്ലെന്നിട്ട് നമുക്ക് ലൈഫിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരുമോ, ഗൾഫിൽ പോകാൻ പറ്റുമോ, ഫോറിൻ ട്രാവൽ ചെയ്യാൻ പറ്റുമോ, ഫോറിൻ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഈ ഒരു ബൃഹനാടി അസ്ട്രോളജിയുടെ ഒരു പ്രത്യേകത. അതുപോലെ ഈ മെഡിക്കൽ അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറാണ്,
നമ്മുടെ സെക്സ് ഓർഗൻ യൂറിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ഗ്രഹം 6, 8 ഹൗസിലെ ഈ ശുക്രൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് വയറുമായിട്ട് ബന്ധപ്പെട്ട പല അസുഖങ്ങൾ, അല്ലെങ്കിൽ സെക്സ് ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം. അതേമാതിരി പ്രത്യേകിച്ച് കേതു 15926103711 എന്ന ഈ ഏതെങ്കിലും ആംഗിളിൽ ശുക്രമായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയർ റിലേറ്റഡ് ആയിട്ടുള്ള സെക്സ് ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെന്നിരിഞ്ഞുള്ള പല അസുഖങ്ങളും ലേഡീസ് ആയാലും ജെൻസ് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഉണ്ടാകുമെന്നുള്ളൊരു ബേസിക് കൺസെപ്റ്റോട് നമുക്ക് ഇവിടെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ നിങ്ങൾ എപ്പോഴായാലും നിങ്ങൾ ഓരോ വ്യക്തികളെ പറ്റി മെഡിക്കൽ അസ്ട്രോളജിയുടെ ഇമ്പോർട്ടൻസ് ഇവിടെ മനസ്സിലാക്കുക. കാരണം എല്ലാ വ്യക്തികളും ഒരു പ്രാവശ്യം ലൈഫിൽ വൃത്തിയായിട്ടൊന്ന് അനലൈസ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ആയിട്ടുള്ള ഏതൊക്കെ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, അപ്പോൾ ഏതൊക്കെ ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ദോഷമുണ്ടോ, നല്ലതാണോ അഴുക്കാണോ എല്ലാം അറിഞ്ഞു വെക്കുന്നത് ഒരു പ്രാവശ്യം നല്ലതാണ്. അതിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ ലൈഫ് ഏതൊക്കെ പ്ലാനറ്റ് പോസിറ്റീവായി നിൽക്കുന്നു, നെഗറ്റീവായിട്ട് നിൽക്കുന്നു എന്നെല്ലാം അറിയാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങളുണ്ട്. അപ്പോൾ ശുക്രൻ്റേതായിട്ടുള്ള പോസിറ്റീവ് ആക്കാനുള്ള കർമ്മം ഇതിൻ്റെ ഒടുവിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കേൾക്കുക. ഇടവൻ രാശിയുടെ ലഗ്നാധിപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രനാണ്. അപ്പോൾ ഇവിടെ 3 നാളുകളാണ് കാർത്തിക, രോഹിണി, മകയിരത്തിൻ്റെ അരഭാഗം. അപ്പം ഈ കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ അര. അപ്പോൾ ഇവിടെ കാർത്തികയെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ്, ചൊവ്വകർമ്മയപ്പെട്ടാണ്. അതുപോലെ രോഹിണിയെ കൺട്രോൾ ചെയ്യുന്നത് ചന്ദ്രനാണ്, ബുധകർമ്മയപ്പെട്ടാണ്. മകരത്തെ കൺട്രോൾ ചെയ്യുന്ന ചൊവ്വയാണ്, ഗുരുകർമ്മയപ്പെട്ടാണ്. ഇങ്ങനെ ഓരോ ആൾക്കാരുടെ കർമ്മങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഈ ഒരു കർമ്മ മനസ്സിന് മാറുന്നതിൻ്റെ അനുസരിച്ച് നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ രീതികളിലെ പല രീതിയിലുള്ള ഇൻട്രസ്റ്റുകളും നമ്മുടെ പല കാര്യങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും. ഈ കർമ്മം നോക്കി തന്നെ നമുക്ക് പല കർമ്മം അല്ലെങ്കിൽ ഓരോ രാശ്യാധിപനെ അല്ലെങ്കിൽ നക്ഷത്രനാഥൻ, അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് തന്നെ നമുക്ക് ഓരോ പല കാര്യങ്ങളും ഓടിച്ച് പറയാൻ പറ്റും എന്നുള്ളതും നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് ഒരാളെ സ്വഭാവം എന്താണെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പം അതൊന്ന് മനസ്സിലാക്കിയിരിക്കും. ഇടവൻ രാശിക്കാർക്ക് ഈ പറയുന്ന ശുക്രന് 9ലേക്കാണ്. 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ലക്ക്. അപ്പോൾ ഇവരുടെ പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഒന്നിച്ച് ഫാദറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ, അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ നല്ലതാണ്. അതുപോലെ ഫോറിൻ ട്രാവൽ ചെയ്യാനുള്ള ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ ചെയ്തിട്ട് എന്തെങ്കിലും IELTS അങ്ങനെ എക്സാം ഒക്കെ എഴുതി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അവർക്ക് ആ എക്സാമിൽ പാസ്സാകാനോ അല്ലെങ്കിൽ അതുമാതിരി റിലേറ്റഡ് ആയിട്ടുള്ള എമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എനി പ്രോബ്ലംസ്, അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ മാറി വരാനും എളുപ്പം വിസ അടിക്കാനും ഫോറിൻ ട്രാവൽ ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അപ്പം പൊതുവെ പിന്നെ അതുപോലെ സ്പെക്കുലേറ്റീവ് ഗെയിൻ, എന്തെങ്കിലും നമുക്ക് ഊഹക്കച്ചവടത്തിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കാൻ, അതാണല്ലോ ഒരു ലക്ക് എന്ന് പറയുന്നത്, അതാണ് ഭാഗ്യസ്ഥാനം എന്ന് പറയുമ്പോൾ. ഇങ്ങനെ ഭാഗ്യം കടാക്ഷിക്കുന്നതായിട്ടുള്ള അങ്ങനെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാനുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ നല്ല സോഷ്യൽ സർക്കിൾ, അതുപോലെ പഴയ ബാല്യകാല സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ്. മാത്രമല്ല നല്ല പ്രണയബന്ധത്തിലൊക്കെ ഏർപ്പെടാനുള്ള ഒരു ചാൻസ് അങ്ങനെയുള്ളൊരു കൂടുതലാണ്. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ അതിനും ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. അതേപോലെ എന്തെങ്കിലും നല്ല എൻ്റർടൈൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ആക്ടിവിറ്റി പങ്കെടുക്കാൻ, അല്ലെങ്കിൽ ഈ പിൽഗ്രിമേജുമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അതുപോലെ നല്ല പ്രണയ ബന്ധങ്ങൾ ഉണ്ടാകാൻ, അങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. പൊതുവേ അത്ര മോശമല്ല. മാത്രമല്ല ഇവരുടെ ആയിട്ടുള്ള ഇവർക്ക് നിലനിന്നിരുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് തിരിച്ചു കിട്ടാൻ, എടുക്കാൻ, അങ്ങനെയൊക്കെ ഉള്ളൊരു പല രീതിയിലുള്ള ഒരു ഇതുണ്ടാകാനും, നല്ലൊരു അംബിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാനും, നഷ്ടപ്പെട്ടായിട്ടുള്ള ഒരു ഉന്മേഷം, ഊർജ്ജസ്വലതയൊക്കെ തിരിച്ചെടുക്കാനും കിട്ടാനും എടുക്കാനും അങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഒരു മേടൻ രാശിക്കാർക്ക്. അപ്പം പൊതുവേ അവർക്ക് അത്ര മോശമല്ല. അപ്പം നമുക്ക് അടുത്ത നോക്കിക്കഴിഞ്ഞാൽ മിഥുനൻ രാശിയുടെ രാശ്യാധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധനാണ്. അതുപോലെ ഇതിൻ്റെ നാളുകൾ നോക്കിക്കഴിഞ്ഞാൽ മകയിരം, തിരുവാതിര, പുണർന്നം. അപ്പം മകയിരത്തെ ഭരിക്കുന്ന ചൊവ്വയാണ്, ഗുരുകർമ്മയിൽപ്പെട്ടാണ്. അതുപോലെ തിരുവാതിരയെ ഭരിക്കുന്നതാണ് രാഹുവാണ്. അതുപോലെ ശുക്രകർമ്മയിൽപ്പെട്ടാണ്. അതുപോലെ പുണർന്നത്തെ ഭരിക്കുന്ന വ്യാഴമാണ്, ശനികർമ്മയിൽപ്പെട്ടാണ്. അപ്പോൾ ഈ കർമ്മയാണെന്ന് നോട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ രാശ്യാധിപൻ ആരാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ഇതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് പല രീതിയിലുള്ള നിങ്ങൾക്ക് സ്വഭാവത്വങ്ങളെ, രീതികളെ, പല കാര്യങ്ങളെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു 8ലോട്ടാണ് വരുന്നത്. 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അത്ര നല്ലതല്ല. പക്ഷേ അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡിസീസ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള
ഒരു അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർ, ഹോസ്പിറ്റലിൽ കിടന്ന ആൾക്കാർ അതിൽ നിന്ന് ഒരു മോചനം വന്ന് അതിൽ നിന്ന് റിക്കവറായിട്ട് അല്ല ആകാനുള്ള ഒരു സാധ്യത. അതുപോലെ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ഗെയിന്, അതായത് ലോട്ടറി അടിക്കാനുള്ള ഒരു ഭാഗ്യം. അപ്പോൾ ഇവിടെ ശുക്രനാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ശുക്രൻ എന്ന് പറഞ്ഞാൽ പൊതുവേ നല്ല ഗ്രഹം. അപ്പോൾ 8 ശുക്രൻ്റെ ആയിട്ടുള്ളത് വരുമ്പം നമുക്ക് ലോട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അങ്ങനെ ഉണ്ടാകാനോ അടിക്കാനോ എടുക്കാനുള്ള ഒരു സാഹചര്യങ്ങളെ, എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരു മോചനം, ഒരു നല്ല ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയം വരാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ഇതാണ്. പിന്നെ വളരെ ദുഃഖവും സങ്കടങ്ങളൊക്കെ ഇങ്ങനെ അനുഭവിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ അതിൽ നിന്നൊക്കെ ഒരു മോചനമായിട്ട് ഉള്ളാകാനുള്ള ഒരു സാധ്യത. അതേപോലെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലായിരുന്ന ആൾക്കാർക്ക് ആ ഒരു അസുഖം എന്തെങ്കിലുമായിട്ട് ഹോസ്പിറ്റലിൽ ഉള്ള ആൾക്കാർക്ക് അതിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ എക്സ്പെൻസ് നമുക്ക് ആവശ്യമില്ലാതെ നിന്നിരുന്ന, ഇപ്പോൾ സപ്പോസ് ഒരാൾക്ക് നമുക്ക് 10 രൂപ ഉണ്ടെന്ന് വെച്ചാൽ 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 20 രൂപ ചിലവാകുന്ന നമുക്ക് 10 രൂപ കിട്ടുന്നതിന് അർത്ഥമില്ലല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ചിലവിന് ആവശ്യമില്ലാത്ത ചിലവുകൾ, അനാവശ്യ ചിലവുകൾ നമുക്ക് കുറഞ്ഞു കിട്ടുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയങ്ങൾ. അതുപോലെ ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് അഥവാ പ്രവാസികൾക്കൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. ജീവിതത്തിൽ നേരിടുന്ന പല മോശമായിട്ടുള്ള അവസ്ഥകൾക്കും ഒരു പരിധിവരെ ഒരു കൺട്രോൾ ആകും. അതായത് മിസ്ഫോർച്യൂൺ, നമ്മുടെ ലൈഫിലത്തെ ഒരു ഭാഗ്യഹീനത അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഒരു നല്ല അനുകൂലമായിട്ടുള്ള ഒരു സമയം വരാൻ, അതുപോലെ വണ്ടി വാങ്ങിക്കാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല ഈ ഒരു ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഫാമിലി പരമായിട്ട് എന്തെങ്കിലും ഒരു അസറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫാദറിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ആ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു ഇതിൽ നിന്നുള്ള വരുമാനം കിട്ടാനും അങ്ങനെയുള്ള ഒരു എന്തെങ്കിലും ഒരു പോളിസിയൊക്കെ എടുക്കാനും അങ്ങനെയൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അതുപോലെ വണ്ടി വാങ്ങിക്കാൻ വിചാരിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ വീട് മോടി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ വണ്ടി എന്തെങ്കിലും മോടി പിടിപ്പിക്കുക അല്ലെങ്കിൽ വീട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പെയിൻറ്റിങ് വർക്ക് അങ്ങനെയൊക്കെ ഉള്ള ചെയ്യാനോ, അതുപോലെ നമുക്ക് ഇവർക്ക് കൃഷികളിൽ നിന്നൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള ഒരു നല്ല സമ്പത്തുണ്ടാകാൻ, അതേമാതിരി മെറ്റൽ റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള ജോലി ചെയ്യുന്നവർക്ക് പിന്നെയും കുറേ കൂടെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ കൃഷി കാര്യങ്ങൾ, റിയൽ എസ്റ്റേറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു കൊടുക്കവാങ്ങൽ കാര്യങ്ങൾക്കൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയം. ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഭൂമി വാങ്ങിക്കാനുള്ളവർക്കും ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. ഒരു പ്ലാനറ്ററി കണക്ടിവിറ്റി അനുസരിച്ചിരിക്കും. ഇപ്പോൾ സപ്പോസ് ഈ പറയുന്ന ശുക്രനും കേതുവും കൂടെ കണക്റ്റഡ് ആക്കാനാണ് ചാൻസ് ഓഫ് പ്രോപ്പർട്ടി ലോസ്, അതായത് പ്രോപ്പർട്ടി വിറ്റ് പോകാനാണ് സാധ്യത. അവിടെ ശുക്രൻ്റെ കൂടെ നല്ല രാഹു നിൽക്കുവാണെന്നുവരിൽ പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള യോഗം. അപ്പോൾ നമുക്കിവിടെ ഡീപ്പായിട്ട് പോകുമ്പം പല രീതിയിലുള്ള അനലൈസുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓരോ ബർത്തിയായിട്ട് ഡീപ്പായിട്ട് പോകുമ്പോഴത്തേനും നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അതല്ലെന്നൊരു എപ്പം നമുക്കിത് പറ്റുമെന്നൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറയാനുള്ളത്. ഇനിയിപ്പോൾ അടുത്ത കന്നിരാശി എന്ന് പറയുമ്പോൾ കന്നിരാശിയുടെ രാശിയാധിപൻ എന്ന ബുധനാണ്. ഇവിടുത്തെ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഉത്രം, അത്തം, ചിത്തിര. ഉത്രത്തിൻ്റെ 3/4 ഭാഗം, അത്തം ചിത്തിരയുടെ അരഭാഗം. അപ്പോൾ ഈ 3 നാളുകളാണ് ഇവിടുത്തെ നക്ഷത്രങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ഉത്തരത്തെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യനാണ്, അതുപോലെ ബുധകർമ്മയപ്പെട്ടാണ്, അതുപോലെ അത്തത്തെ ഭരിക്കാന്ന് ചന്ദ്രനാണ്, ഗുരുകർമ്മയപ്പെട്ടാണ്, അത് ചിത്തിരെ ഭരിക്കുന്ന ചൊവ്വാണ്, ശുക്രകർമ്മയപ്പെട്ടാണ്. അപ്പം ഈ ഒരു കർമ്മങ്ങളൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഈ കർമ്മം ഓരോരുത്തരും മാറുന്നതനുസരിച്ചുള്ള നിങ്ങളുടെ രീതിയിൽ ഓരോ ആൾക്കാരുടെ പല രീതിയിലുള്ള സ്വഭാവങ്ങളെ, കാര്യങ്ങളെ, അല്ലെങ്കിൽ അവരുടെ ഭരിക്കുന്നത് ഏത് കൺട്രോള്, അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതും പിന്നെ ഇവരുടെ നക്ഷത്രാധിപൻ ആരാണ്, അങ്ങനെയൊക്കെ ഉള്ള ഇതിൽ നിന്ന് ഇവരുടെ സ്വഭാവങ്ങളും രീതികൾക്കൊക്കെ അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ, പിന്നെ ഇന്റേണൽ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ചുള്ള വ്യത്യാസങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവർക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കന്നി രാശിക്കാർക്ക് ശുക്രൻ 5 എന്ന് പറഞ്ഞാൽ അവിടെ 5 എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. റൊമാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല ഗേൾ ഫ്രണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, നല്ല പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു സാധ്യത, അല്ലെ നല്ല എൻ്റർടൈൻമെൻറ്റ്, ലവ് അഫെയർ ആ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള
സാധ്യത അനുകൂലമായിട്ടുള്ള ഒരു ഘടകമായിട്ട് നിൽക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന പല കാര്യങ്ങൾക്ക് ഒരു പരിധി വരെ അവർക്ക് നഷ്ടപ്പെട്ട സെൽഫ് കോൺഫിഡൻസ് തിരിച്ചു കിട്ടാൻ, അല്ലെങ്കിൽ വിൽ പവർ തിരിച്ചു കിട്ടാൻ, ഒരു ഊർജ്ജസ്വലത തിരിച്ചു കിട്ടാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ ഹയർ സ്റ്റഡീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. IELTS അതുമാതിരി എക്സാം എഴുതുന്നവർക്കും ഫോറിൻ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വിസ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഇപ്പോൾ വിസയുടെ ഇമിഗ്രേഷനായിട്ടുള്ള ക്ലിയറൻസ് മാറി വെക്കാൻ, അല്ലെ ഹയർ സ്റ്റഡീസിന് അതേമാതിരി എന്തെങ്കിലുമൊക്കെ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സാമൊക്കെ എഴുതി നിൽക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊരു അനുകൂലമായിട്ടുള്ള ഒരു നല്ല ഇത് വരാനും അതിൽ നിന്ന് നല്ല മാർക്ക് ഗ്രേഡ് വാങ്ങിക്കാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇവർക്ക് പൊതുവേ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്തു നിന്നൊക്കെ നല്ല സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ വരാനുള്ള ഒരു സാഹചര്യമാണ്. മാത്രമല്ല കല്യാണം കഴിച്ചവരാണെന്നൊരു അവരുടെ ഭാര്യ ഭർത്താക്കന്മാരെ അകന്നു കഴിഞ്ഞിരുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് കണ്ടുമുട്ടാനും അടുത്ത് വരാനും എടുക്കാനും, അല്ല വെളിയിലുള്ള പ്രവാസികളായിട്ടുള്ള ഹസ്ബൻഡ് തിരിച്ച് നാട്ടിൽ വരാനും എടുക്കാനും ഒക്കെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ പാർട്ട്ണർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ എഗ്രിമെൻറ്റ് കരാർ സൈൻ ചെയ്യാനുള്ളത് സാഹചര്യങ്ങൾ, പൈസ നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിരുന്ന അല്ല കുറേ കാലമായിട്ട് കൊടുത്തിട്ട് തിരിച്ച് കിട്ടാതിരുന്ന പൈസ തിരിച്ച് കിട്ടാനുള്ള സാഹചര്യങ്ങൾ, അതേപോലെ പുതിയ എഗ്രിമെൻറ്റ് കരാർ സൈൻ ചെയ്യാനുള്ളത്, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ ചെയ്യാൻ, പുതിയ പാർട്ട്നേഴ്സിനെ കിട്ടാനുള്ളത്, അതേപോലെ വൈഫും ഹസ്ബൻഡും ഒക്കെ നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ, അതേമാതിരി പുതിയ കല്യാണം കഴിക്കാതെ വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് പുതിയ കല്യാണ ആലോചനകൾ വരാനൊക്കെ ഉള്ളൊരു സാഹചര്യം, അങ്ങനെ ബിസിനസ്സിനും ഇങ്ങനെയൊക്കെ ഉള്ളതിനും ഒക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു കന്നി രാശിക്കാർക്ക് ഇപ്പം നിലവിലുള്ളത്. തുലാൻ രാശിയുടെ രാശ്യാധിപൻ എന്ന് പറഞ്ഞാൽ ശുക്രനാണ്. അതേമാതിരി ഇതിൻ്റെ നാളുകളെന്ന് ചിത്തിരയുടെ പകുതി, ചോതി, വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം, ഇത്രയാണ് ഇതിനകത്തെ 3 നാളുകൾ. അതുപോലെ ചിത്തിരയെ ഭരിക്കുന്ന ചൊവ്വയാണ്, ശുക്രകർമ്മയാണ്. അതുപോലെ ചോതിയെ ഭരിക്കുന്ന രാഹുവാണ്, ശനികർമ്മയാണ്. അതുപോലെ വിശാഖത്തെ ഭരിക്കുന്ന വ്യാഴമാണ്, രാഹുകർമ്മയിൽപ്പെട്ടാണ്. അപ്പോൾ ഈ കർമ്മ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഈ ഒരു കർമ്മത്തിൻ്റെ അനുസരിച്ച് നിങ്ങളുടെ പല രീതികൾക്കും സ്വഭാവങ്ങൾക്കും കാര്യങ്ങൾക്കും അങ്ങനെയൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും. അതേപോലെ ഇവർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രാശിക്കാർക്ക് ഇപ്പം 4-ലോട്ടാണ് വരുന്നത്. 4 എന്ന് പറയുമ്പോൾ പൊതുവെ നല്ല സ്ഥാനമാണ്. അവർക്ക് വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ, പുതിയ വീട് പണി ആരംഭിക്കാനുള്ള സാഹചര്യങ്ങൾ, അമ്മയുടെയൊക്കെ ആരോഗ്യം പറ്റിയിരിക്കും. അമ്മമാരോടൊക്കെ നല്ല സ്നേഹസൗഹാർദ്ദത്തോടെ ജീവിക്കാൻ, നല്ല അവരെ അല്ലെന്നൊരു വെളിയിലൊക്കെ ഉള്ള ആൾക്കാർ നാട്ടിൽ വന്ന് അമ്മയെ കണ്ടുമുട്ടാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല വണ്ടിയൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വണ്ടി മോടി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതേമാതിരി വീട് എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് ചെയ്യാനോ, വീട് തറക്കല്ലിടാനോ അല്ലെന്നൊരു അങ്ങനെ ചെയ്യാനോ, അതുപോലെ മുടങ്ങിക്കിടന്ന് എന്തെങ്കിലും പണിയുണ്ടെന്നൊരു വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കൃഷി ചെയ്യുന്നവർക്ക്, നാൽക്കാലി കൃഷി ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് മിൽമ റിലേറ്റഡ് ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു നല്ല ഒരു സമയമാണ്. അതുപോലെ കൃഷിയിൽ നിന്നൊക്കെ നല്ല ആദായം എടുക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. മാത്രമല്ല തൊഴിലിൽ നിന്നിരുന്ന പല തടസ്സങ്ങളും മാറാൻ, തൊഴിൽ കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ, ഹയറായിട്ടുള്ള എന്തെങ്കിലും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊമോഷൻ കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ ഇപ്പം നിലവിലുണ്ട്. ഗെയിൻ ഫ്രം ദ കറസ്പോണ്ടൻസ്, എന്തെങ്കിലും ഇതിൽ നിന്നുള്ള ഒരു നല്ല CV ഒക്കെ അയച്ച് ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് എന്തെങ്കിലും കാത്തിരിക്കുന്ന ആൾക്കാർക്ക്. അപ്പം അതിൽ നിന്നുള്ള ഒരു ഇത് ചെയ്യാനോ അല്ലെ ത്രൂ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പൊതുവെ ഒരു ജോബ് സംബന്ധമായിട്ടോ ഉള്ളതോ അല്ലെന്നൊരു ജോലിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഫെയിം, അതിൽ നിന്നുള്ള നെയിം ആൻഡ് ഫെയിം അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കൊണ്ടാകാനൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണിപ്പം. ജോലിയിൽ നിന്ന് എന്തെങ്കിലും കമ്മീഷൻ രീതിയിലുള്ള ലാഭം കിട്ടാനുള്ള അല്ലെന്നൊരു ബോണസുമായിട്ടുള്ള കിട്ടാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ കാണുന്നവരില്ല അതിനകത്ത് അനുകൂലമായിട്ടുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പുതിയ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ, പുതിയ കരാറുകൾ കിട്ടാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല ഇവരുടെ ഗൾഫിലെ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും, പ്രത്യേകിച്ച് ഇവിടെ ശനിയൊക്കെയാണ് നിൽക്കുന്നത്, അപ്പോൾ അതും അങ്ങനെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഫോറിൻ ട്രാവൽ ചെയ്യാനുള്ളത്. വിസ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ ഇഷ്യൂ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം സോൾവ് ആയിട്ട് എളുപ്പം വരാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ,
അതുപോലെ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ ഉള്ള ആൾക്കാർക്ക് അത് മാറാനെടുക്കാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ. അപ്പം പൊതുവെ അത്ര തെറ്റില്ലാത്തതായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു രാശിക്കാർക്ക് നിൽക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞ ഇവർക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് തന്നെ അത് മാറാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു സമയമാണ്. പൊതുവേ എന്തെങ്കിലും പ്രത്യേകിച്ച് അബ്ഡമൻ റിലേറ്റഡ് ആയിട്ടുള്ള വയറുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും നമ്മുടെ സെക്സ് ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അതിനെ ഒരു പരിധി വരെ ഒരു കൺട്രോളിലാകാനൊക്കെ ഉള്ളൊരു സാഹചര്യമാണ് ഈ ഒരു സമയത്ത് ശുക്രത്തിൻ്റെ ആയിട്ടുള്ള മാറ്റം കൊണ്ട് നിലവിൽ നിൽക്കുന്നത്. അതുപോലെ ലോട്ടറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് പൊതുവെ ഇച്ചിരി അനുകൂലമായിട്ടുള്ള ഒരു വരാനുള്ള ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട്. ചെറിയ ചെറിയ ലോട്ടറി ഭാഗ്യം അങ്ങനെ ഇങ്ങനെ, കാരണം ഇവരുടെ ഇത് രാശി വെച്ചിട്ടുള്ള ഫലമാണ്. അതുപോലെ മകരൻ രാശിയുടെ രാശ്യാധിപനിൽ നിന്ന് ശനിയാണ്. അപ്പോൾ മകരൻ രാശി നോക്കിക്കഴിഞ്ഞാൽ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ പകുതി, ഇത്രയുമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് മകരൻ രാശിപ്പെട്ട ഉത്രാടത്തെ ഭരിക്കാവുന്ന സൂര്യനാണ്, ഗുരുകർമ്മയാണ്. അതുപോലെ തിരുവോണത്തെ ആണെന്നൊരു ചന്ദ്രനാണ് ഭരിക്കുന്നത്, ശുക്രകർമ്മയാണ്. അതേമാതിരി നമ്മുടെ അവിട്ടത്തെ നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വ ആണ്, അതേപോലെ ശനികർമ്മം. അപ്പോൾ ഈ കർമ്മം മാറുന്നതിൻ്റെ അനുസരിച്ച് ഇവരായിട്ടുള്ള രീതികൾ, സ്വഭാവങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളിലുമൊക്കെ വ്യത്യാസം വന്നിരിക്കും. മാത്രമല്ല ഇതിൻ്റെ പാദം മാറുന്നതിനൊക്കെ അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെന്നുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇവർക്ക് ഈ ഒരു രാശിക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലേക്കാണ് ഈ പറയുന്നത് ശുക്രൻ വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വ്യക്തിപരമായിട്ട് നേരിടുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട സെൽഫ് കോൺഫിഡൻസ് തിരിച്ചു കിട്ടാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, നല്ല രീതിയിലുള്ള ഒരു വിഷൻ, നമ്മുടെ ഒരു നഷ്ടപ്പെട്ടായിട്ടുള്ള ആത്മവിശ്വാസം തിരിച്ചെടുക്കാൻ, പ്രസംഗിക്കാനുള്ള ഒരു കഴിവ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു പൊതുവെ ഒരു നല്ല ഒരു വരാനും അവരുടെ നല്ലൊരു ക്യാരക്ടറിൻ്റെ ആയിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാധ്യതയാണ്. അതുപോലെ നല്ല രീതിയിലുള്ള എന്തെങ്കിലും ഒരു പുതിയ പ്രണയബന്ധത്തിലൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, അതുപോലെ സ്പെക്കുലേറ്റീവ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഗെയിൻ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ഊഹക്കച്ചവടത്തിൽ നിന്ന് ഒരു നേട്ടം ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാഹചര്യമുണ്ട് ഇവർക്ക്. അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ അകന്നു നിന്നിരുന്ന ഭാര്യാഭർത്താക്കന്മാരെ കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ, വെളിയിൽ വിദേശത്തൊക്കെ ഉള്ള ഹസ്ബൻഡിനെ ഒക്കെ തന്നെ വൈഫിനെ വന്ന് നാട്ടിൽ വന്ന് കാണാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, അവർ തമ്മിൽ വളരെ നാളായിട്ട് ചില ആൾക്കാർ ഒരു മാനസികമായിട്ട് എന്തെങ്കിലും ഒരു അകലിച്ചുകൊണ്ട് അതൊക്കെ മാറി നല്ല രീതിയിലൊക്കെ ഉള്ള ഇത് സാഹചര്യങ്ങളുണ്ടാകാൻ, പിരിഞ്ഞിരിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആൻഡ് ബോയ് ഫ്രണ്ട്സ്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കണ്ടുമുട്ടാനോ അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. അത് മാത്രമല്ല ഇവർക്ക് ഈ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നുള്ള ഒരു നല്ല ലാഭം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ, പുതിയ പാർട്ട്ണർഷിപ്പ് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള ഒരു സാഹചര്യങ്ങൾ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടെ ഈ ഒരു സമയത്തുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ പുതിയ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ, പുതിയ ബിസിനസ് കരാറിൽ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സ് തമ്മിൽ അത് പറഞ്ഞു തീർത്തിട്ട് നല്ല രീതിയിലുള്ള രമ്യമായിട്ട് പോകാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇവർക്ക് ഈ ഒരു രാശിക്കാർ. അതേമാതിരി ഫോറിൻ ട്രാവലൊക്കെ ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഹയർ സ്റ്റഡീസിന് പോകാനുള്ള ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇപ്പോൾ IELTS മാതിരി എക്സാമൊക്കെ എഴുതി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇവർക്ക് എന്തെങ്കിലും എമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് എന്തെങ്കിലും നീണ്ടിരുന്നതായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ മാറി അതെല്ലാം പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം വരാനും നല്ല രീതിയിലുള്ള ഒരു കാര്യം പൊതുവെ അനുകൂലമായിട്ട് വരാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു അനുകൂല സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പൊതുവെ അത്ര മോശമല്ലാത്ത ഒരു സാഹചര്യമാണ് ഇവർക്കിപ്പോൾ നിലവിൽ. മീനൻ രാശി നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ബുധനാണ്. അപ്പോൾ മീനൻ രാശിയിലെ നക്ഷത്രങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ പൂരിട്ടാതി, ഉത്തിട്ടാതി, രേവതി. അപ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിലെ കാൽഭാഗമുണ്ട്, ഉത്തിട്ടാതി, രേവതി. അപ്പോൾ ഈ ഇതിനകത്ത് പൂരിട്ടാതിയെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴമാണ് ഭരിക്കുന്നത്, അതുപോലെ സൂര്യകർമ്മയാണ്. അതുപോലെ ഉത്തിട്ടാതിയെ നോക്കിക്കഴിഞ്ഞാൽ ശനിയാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്, ചന്ദ്രകർമ്മയാണ്. അതുപോലെ രേവതിയെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുധനാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്, ചൊവ്വാകർമ്മയാണ്. അപ്പോൾ ഈ ഓരോ രാശിയെ അനുസരിച്ചും രാശിയാധിപന്മാരുടെ ഒക്കെ അനുസരിച്ചും അല്ലെങ്കിൽ കൺട്രോളും കർമ്മയൊക്കെ അനുസരിച്ച് ഇവരായിട്ടുള്ള രീതികൾക്ക് കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നിരിക്കും എന്നുള്ളതൊന്നും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇവർക്ക് വളരെ നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞാൽ 11 വരുന്നത് ഈ പറയുന്ന ശുക്രന്. അപ്പോൾ ഈ 11 എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ ഫ്രം ദ എന്താ പറയുക, നമുക്ക് ഈ ഊഹക്കച്ചവടമൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കുള്ള ഊഹക്കച്ചവടത്തിന് ലാഭം ഉണ്ടാക്കാൻ, ലോട്ടറിയൊക്കെ അടിക്കാനുള്ള മാതിരിയുള്ള കാര്യങ്ങൾ,
അങ്ങനെയുള്ള സ്പെക്കുലേറ്റീവ് ഗെയിന്, പ്രത്യേകിച്ച് ബിറ്റ്കോയിന് അതുപോലെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിനുള്ള ഒരു ക്രിപ്റ്റോയ്ക്കകത്തുനിന്നുള്ള ഒരു ലാഭം അങ്ങനെ വരാൻ, അതുമല്ലെന്ന് വരില്ല ഈ ഒരു ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെന്ന് വരിക. അതേമാതിരി നല്ലതായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഉദ്ദേശിച്ചതിനെക്കാട്ടിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലാഭം വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാൻ, നല്ല സോഷ്യൽ സർക്കിളൊക്കെ ഉണ്ടാകാൻ, പഴയ അവരുമായിട്ടൊരു എന്താ കോളേജിലൊക്കെ എന്ന് പറയുമ്പോൾ പഴയ ഒരു കാലത്ത് ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്നതുകൊണ്ടുള്ള പുതിയൊരു പഴയ സുഹൃത്തുക്കളൊക്കെ കണ്ടുമുട്ടാൻ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളുണ്ടാകാൻ, നഷ്ടപ്പെട്ടായിട്ടുള്ള ഊർജ്ജസ്വലത തിരിച്ചെടുക്കാൻ, പിന്നെ ഫുൾഫിൽമെൻറ്റ്, നമ്മുടെ എല്ലാ ഒരു ആഗ്രഹ സാഫല്യീകരണം, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ലൊരു സാഹചര്യമാണ്. നഷ്ടപ്പെട്ട ഒരു ആത്മവിശ്വാസം തിരിച്ചെടുക്കാനും നല്ല മാനസികമായിട്ടുള്ള ഐക്യമുണ്ടാകാനും അല്ലെങ്കിൽ നല്ല ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കാനൊക്കെ ഉള്ളൊരു നല്ലൊരു ഇതാണ്. അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് റിക്കവർ ഫ്രം ദ ഇൽനെസ്, അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി വരാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളാണ് ഇവർക്ക് പൊതുവേ ഉള്ളത്. അപ്പോൾ അതേമാതിരി ഇങ്ങനെയുള്ള ഒരു ആൾക്കാർക്ക് പഴയ അയൽവക്കത്തൊക്കെ ഉള്ള ആൾക്കാരുമായിട്ടൊക്കെ കണ്ടുമുട്ടാനും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വരെ അതൊക്കെ പറഞ്ഞ് തീർത്തെടുത്തിട്ട് നല്ല രീതിയിലൊക്കെ ഉള്ളൊരു പോകാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നിന്നുള്ളത്. വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വീതം വെക്കാൻ എടുക്കാനൊക്കെ ഉള്ളതെന്ന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അതേമാതിരി നല്ല പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പം ഇങ്ങനെയുള്ളൊരു പ്രണയബന്ധത്തിൽ നല്ല രീതിയിലുള്ള നേരത്തെ അകന്നു കഴിഞ്ഞ് സുഹൃത്തുക്കളെ ഒക്കെ ഉണ്ടെന്നില്ല അവർ തിരിച്ച് പരിചയപ്പെടാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളൊക്കെയാണ്. മാത്രമല്ല കല്യാണം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പുതിയ കല്യാണം വരാനുള്ള ഒരു സാഹചര്യങ്ങൾ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ, അങ്ങനെ പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല പാർട്ട്ണർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പുതിയ പാർട്ട്നേഴ്സിനെ കിട്ടും. അതേമാതിരി പാർട്ട്ണർഷിപ്പിൽ പുതിയ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനോ എടുക്കാനോ ഒക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അതേമാതിരി ഇതുമായിട്ടുള്ള പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊരു അതിൽ നിന്നുള്ള ഒരു നല്ല ഒരു ലാഭമുണ്ടാക്കാൻ, അകന്നു കഴിഞ്ഞ ഭാര്യാഭർത്താക്കന്മാരൊക്കെ അടുത്ത് മീൻസ് വന്നിട്ട് കുറേ കാലമായിട്ട് അകന്നു നിന്ന ആൾക്കാർ നല്ല സൗഹൃദത്തോട് കഴിയാനും എടുക്കാനും, ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് ഇത് പറഞ്ഞ് തീർക്കാനും, വെളിയിലൊക്കെ പ്രവാസികളായിട്ടുള്ളതൊക്കെ ഹസ്ബൻഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് നാട്ടിൽ വന്ന് ഒന്നിൽ വൈഫിനെ കണ്ടുമുട്ടാൻ എടുക്കാനും ഒക്കെ ഉള്ളതായിട്ടുള്ള അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ. കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ, അങ്ങനെ പൊതുവേ ഒരു അനുകൂലമായിട്ടുള്ള, ഒന്ന് മോശമായി കഴിഞ്ഞാൽ അടുത്തൊന്നല്ല, അങ്ങനെ ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ഒരു രാശിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ബർത്ത് ഒരു പ്രാവശ്യം പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് വെക്കണം. ഞാൻ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഇതിനകത്ത് നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ബൃഹനാഡി അസ്ട്രോളജിക്കകത്ത് നമുക്ക് അനലൈസ് ചെയ്തിട്ട് പറയാൻ പറ്റും. കാരണം സപ്പോസ് ഫോറിൻ ട്രാവൽ ചെയ്യാൻ പറ്റുമോ, ഫോറിൻ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പറ്റുമോ, ജോബ് പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്ക് ഒരു കുട്ടികൾ ഉണ്ടാകാൻ പറ്റുമോ, അല്ലെങ്കിൽ എപ്പോൾ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അതായത് ചൈൽഡ് ബർത്ത് ഉൾപ്പെടെ ഫോറിൻ സെറ്റിൽമെൻറ്റ്, അതായത് ചില ആൾക്കാർക്ക് വെളിയിൽ പോകാനുള്ള യോഗമില്ല, അപ്പോൾ അത് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വിൽക്കാനുള്ള അനുകൂലമായിട്ടുള്ള സമയം, ഇങ്ങനെയൊക്കെ ഏറ്റവും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ പ്രത്യേകിച്ച് ട്രാൻസിഷൻ നോക്കി പറയുന്നത് അത് അക്യുറേറ്റ് പ്രഡിക്ഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അത് കാരണം അതിനകത്ത് പല രീതിയിലുള്ള കാരണം ഇതിൻ്റെ അലൈൻമെൻറ്റ് എന്ന് 15926 371148 അങ്ങനെ പല ആംഗിൾ ഏതെങ്കിലും ഒരു ആംഗിളിൽ കയറി കണക്ട് ചെയ്താലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാകുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ബൃഹനാഡി, നക്ഷത്രനാഡി, വേദിക് അസ്ട്രോളജി അല്ലെങ്കിൽ KP അസ്ട്രോളജി, ലാൽക്കിതാവ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളിൽ പഠിക്കുക, അല്ലെങ്കിൽ ന്യൂമറോളജി, അതുപോലെ നെയിം അലൈൻമെൻറ്റ്, ബ്രാൻഡ് അലൈൻമെൻറ്റ്, ബ്രാൻഡിൻ്റെ എന്തെങ്കിലും ബ്രാൻഡിന് നല്ല പേര് സെലക്ട് ചെയ്യാനുള്ള ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. മാത്രമല്ല വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ നമുക്ക്, കാരണം പണ്ടത്തെ മാതിരില്ല, ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു വാട്സപ്പ് കോളിൽ നിന്ന് നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളെല്ലാം സാറ്റലൈറ്റ്സിൻ്റെ സഹായത്തോടെ കാണാനും എടുക്കാനും ഒക്കെ ഉള്ള എല്ലാ ടെക്നോളജിയും നമ്മുടെ അടുത്തുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും പഠിക്കാനോ എടുക്കാനോ കൺസൾട്ടേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നതിന് ഇതിനകത്ത് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു റെമഡി പാർട്ടിൽ ശുക്രനെ എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. ശുക്രനെ പോസിറ്റീവ് ആക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ശുക്രന് ഏതൊക്കെ ശത്രുഗ്രഹങ്ങളുണ്ട്, ശുക്രന് ഏതൊക്കെ മിത്രഗ്രഹങ്ങളുണ്ട്, അപ്പോൾ അത് നോട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു ഗ്രഹങ്ങളിൽ നമ്മൾ ബർത്ത് ചാർട്ടിൽ ഏതെങ്കിലും ആംഗിളിൽ നിന്ന് കഴിഞ്ഞാൽ ശുക്രൻ നെഗറ്റീവ് ആകാം. മാത്രമല്ല ഈ
6, 8 പൊസിഷന് അങ്ങനെ ശുക്രന് നല്ലതല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ശുക്രനെ പോസിറ്റീവ് ആക്കണം. അപ്പോൾ ആ ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഒരു പിഞ്ച് ഓഫ് മഞ്ഞൾ, ചക്കേല മഞ്ഞൾ പൊടി എടുത്തിട്ട് കുളിക്കുന്നുണ്ടെ ഇച്ചിരി വെള്ളത്തിനകത്ത് ഇട്ടിട്ട് കുളിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഒന്ന് മനസ്സിലാക്കുക, ഒരു ആൻറ്റി ഇതായിട്ടുള്ള ഒരു ഏജൻ്റാണ്. പല രീതിയിലുള്ള നമുക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനും എടുക്കാനും ഒക്കെ ഉള്ള നല്ല ഒരു സംഭവം കൂടെയാണ്. അതേമാതിരി ശകലം കുങ്കുമം എടുത്ത് നമുക്ക് പാലിനകത്തിട്ട് കുടിക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാം. ശുക്രൻ മാത്രമല്ല, അവിടെ നമുക്ക് ഗുരുവും കൂടെ പോസിറ്റീവ് ആകും. ശകലം സാപ്രോൺ, അതായത് കുങ്കുമം, അതായത് സിന്ദൂരമല്ല കുങ്കുമം, ആ കുങ്കുമം ശകലം സാപ്രോൺ എടുത്തിട്ട് പാലിലിട്ട് കുടിക്കുന്നത് ശുക്രനെ ഈ പറഞ്ഞ വ്യാഴത്തെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. അതേപോലെ കൊണ്ട് തിലകം തൊടുക, ഈ പറഞ്ഞ വെണ്ണ കൊണ്ട് ചെറിയ തിലകം തൊടുന്നത്, അല്ലെങ്കിൽ ഇച്ചിരി മഞ്ഞളയൊക്കെ ഇട്ടിട്ട് തിലകം തൊടുന്നതെന്ന് പറഞ്ഞാൽ ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. അതുപോലെ പശുവിനെ ഫീഡ് ചെയ്യുന്നത്, കാറ്റലിനെ ഫീഡ് ചെയ്യും. കാരണം പശുവൊക്കെ ഈ ഒരു ആംഗിളിൽപ്പെട്ട ഇതാണ്. അതുപോലെ അന്തർക്ക് ഗീ ദാനം ചെയ്യുക, ഈ പറഞ്ഞ വെണ്ണ നെയ്യ് ഒക്കെ അന്തർക്ക് ദാനം ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ടെമ്പിളിലോ അതുമായിട്ട് പള്ളിയെ റിലേറ്റഡ് ആയിട്ടുള്ള അവരോട് വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ ദാനം കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ശുക്രൻ അവിടെ പോസിറ്റീവ് ആക്കാനുള്ളതാണ്. അതുപോലെ കൽക്കണ്ടം ദാനം ചെയ്യുക, പ്രത്യേകിച്ച് മുടന്തര കണ്ണ് കാണാൻ പറ്റാത്ത ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ കൽക്കണ്ടം ദാനം ചെയ്യുന്നത്. അതുപോലെ പനിനീരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഇതാണ്. അത് വേറൊരു എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ മാല കിട്ടി ഇത് കഴുത്തിലിട്ടിട്ട് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശുക്രനെ വളരെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു സംഭവമാണ്. അതുപോലെ ഭൈരവി ലക്ഷ്മിയും വ്രതമെടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അതുപോലെ ശുക്രൻ്റെ മൂലമന്ത്രം വേണമെന്ന് ജപിക്കുന്നത് നല്ലതാണ്. ദുർഗാമന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള നല്ല കർമ്മങ്ങളാണ്. അതുപോലെ വെള്ള വസ്ത്രം ധരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ ആയിട്ടുള്ള ഒരു റേഡിയേഷനിൽപ്പെട്ടാണ്. അതുപോലെ തൈരൊക്കെ എന്ന് പറഞ്ഞാൽ തൈരിട്ടിട്ട് ഇച്ചിരി ശകലം തൈര് കുളിക്കുന്നുണ്ട്, ശകലം തൈരിട്ട് കുളിക്കുന്നത് ഒക്കെ എന്ന് പറഞ്ഞാൽ ശുക്രനെ പോസിറ്റീവാണ്. അതുപോലെ ഈ വെണ്ണ കൊണ്ട് തിലകം തൊടുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അത് കാര്യങ്ങളാണ്. അതുപോലെ വെണ്ണ നെയ്യ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അമ്പലത്തിൽ ദാനം നൽകുന്നത്, പ്രത്യേകിച്ച് വെണ്ണ ദാനം ചെയ്യുന്നത് ഒക്കെ എന്ന് പറഞ്ഞാൽ ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മമാണ്. പ്രത്യേകിച്ച് പറഞ്ഞ മാതിരി കൽക്കണ്ടം ഒക്കെ ദാനം ചെയ്യുക. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.